പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-15. യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവ്വ ജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിക്കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. എന്നിട്ട് പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ച് പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിന്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തെങ്കിൽ പിഴിഞ്ഞ് കളയണം. ഞങ്ങളെ അലമാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായി ദൂതം തരണമേ. വചനം സംസാരിപ്പാൻ അടിയനെയും ശക്തീകരിക്കണമേ. കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിനും ആത്മീയവർദ്ധനവിനും കാരണം ആക്കണമേ. രോഗസൗഖ്യത്തിനും അനേക വിഷയങ്ങളുടെ പരിഹാരത്തിനും വചന ശുശ്രൂഷ അങ്ങ് ഉപയോഗിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ സെക്ഷനുകളിലൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ദൈവവചനം ശുശ്രൂഷിച്ചതുകൊണ്ടും തൊണ്ടയ്ക്ക് അല്പമായ ഒരു പ്രയാസമുള്ളതുകൊണ്ടുമൊക്കെ അധികം ശബ്ദം എടുത്ത് സംസാരിക്കാനായിട്ട് കഴിയാത്ത സാഹചര്യമാണ്. ഇന്ന് ഞാനുമായിട്ട് സംസാരിച്ചിട്ടുള്ളവർക്കറിയാം, ഇന്ന് സ്വരം വെളിയിലേക്ക് വരുന്നില്ല. എന്നാൽ നമ്മുടെ മൈക്കിൻ്റെ പവർ കൊണ്ടൊക്കെയാണ് ഇത്രയും ശബ്ദം വെളിയിലേക്ക് വരുന്നത്. കർത്താവിന്റെ തിരുമേശ എന്ന് നമുക്ക് ഇവിടെയുണ്ട്. കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ ഒരു ദൈവവചന ഭാഗം ശുശ്രൂഷിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരാലോചന അനുസരിച്ചാണ് ഈ തിരുവചന ഭാഗം എഴുതുന്നത്. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനത്തിൽ 74-ാം സങ്കീർത്തനത്തിൽ നിന്റെ കുറുപ്രാവിനെ വായിച്ചാട്ടെ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ച് കളയരുതേ എന്ന് നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിലൂടെ വായിച്ചു. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം കുറുപ്രാവിനെ കുറിച്ചാണ്. കുറുപ്രാവിനെ കുറിച്ചാണെങ്കിൽ തന്നെയും നമുക്ക് ഏതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു വരും. ആമേൻ. എന്നാൽ നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ ചിന്തിക്കാം. ലേവ്യ പുസ്തകം 1:14 യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവ്വജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവി കുഞ്ഞനെയോ വഴിപാടായി അർപ്പിക്കണം. കാണാൻ വളരെ ഭംഗിയുള്ള ഒന്നാണ് ഈ പ്രാവ്. അതിന്റെ നിറം വളരെ ഭംഗിയുള്ളതാണ്. അതിനെ കാണുന്നത് മനസ്സിന് വളരെ സന്തോഷം തരുന്നതാണ്. അതിന്റെ കുറുകൾ നമ്മളെ കൗതുകം തരുന്നതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കുറുപ്രാവാണ് നമ്മളൊക്കെ. കാരണം നമ്മളെല്ലാം ദൈവത്തിന്റെ യാഗ വസ്തുക്കളാണ്. ഒരു തരത്തിൽ പറഞ്ഞു ദൈവത്തിന് പ്രസാദകരമായ യാഗമർപ്പിപ്പാനാണ് നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. ഒരു യാഗവസ്തു യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ യാഗവസ്തു പിന്നെ ദൈവത്തിൻ്റെതാണ്. അതിന് അതിൻ്റെതായ ഒരു ചിന്തയില്ല, അതിന് അതിൻ്റെതായ ഒരു സ്വാർത്ഥതയില്ല. കാരണം അതിനുള്ളൊരു അവകാശമൊന്നുമില്ല.
ദൈവത്തിന്റെ യാഗപീഠത്തെങ്കിലേക്ക് ഒരു കുറുപ്രാവിനെ കൊണ്ടുവന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിനുള്ളതാണ്. കരങ്ങൾ നടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നീ ഓർക്കണം, നീ ദൈവത്തിനുള്ളതാണ്. ഇന്ന് നീ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. നീ ഒരു യാഗവസ്തുവായിട്ടാണ് വന്നിരിക്കുന്നത്. നീ ആകുന്ന യാഗവസ്തു ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കണം. ഒരു യാഗവസ്തു, യാഗാർപ്പകൻ യാഗവസ്തുവുമായിട്ട് യാഗപീഠത്തിൽ സമീപിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം എങ്ങനെയെങ്കിലും യാഗമർപ്പിച്ചു പോകാനല്ല, വ്യവസ്ഥയനുസരിച്ച് യാഗമർപ്പിച്ചു പോകാനാണ്. കരങ്ങളൊന്ന് അടിച്ചത് സ്തോത്രം ചെയ്താണ്. നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേതായ കാര്യം, നമ്മൾ വന്നിരിക്കുന്നത് ആരാധനയ്ക്കാണ്. ഈ ഒരു തികഞ്ഞ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. മറ്റ് യാതൊരുവിധമായ ചിന്തകളും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ദൈവത്തിന്റെ പൈതലേ, നീ ആരാധനയ്ക്കിരിക്കുന്ന സമയത്ത് പലവിധമായ ചിന്തകളിലൂടെ പിശാച് നിന്നെ കൊണ്ടുപോകാറുണ്ട്. നിന്റെ കടബാധ്യതയെ കുറിച്ചുള്ളതായ ചിന്ത, നിന്റെ രോഗത്തെ കുറിച്ചുള്ളതായ ചിന്ത, നിന്റെ ഭവനത്തെ കുറിച്ചുള്ളതായ ചിന്ത, ഈ പ്രാവശ്യത്തെ വാടക കൊടുത്തില്ല എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള ചിന്ത എന്ന് വേണ്ട പലവിധ ചിന്തകള് നിന്റെ മനസ്സിലൂടെ കൊണ്ടുപോയിട്ട് ഈ ആരാധനയുടെ ഏകാഗ്രതയിൽ നിന്ന് നിന്നെ വഴിതെറ്റിച്ച് കളയുന്ന ചില സന്ദർഭങ്ങളെ പിശാച് കൊണ്ടുവരുന്നത് കൊണ്ട് വചന ശുശ്രൂഷ നിനക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ ഒരു ഊടാടി ലോകം മുഴുവന് സഞ്ചരിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ സന്നിധിയിൽ നീ അത് സമർപ്പിക്കണം. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ദൈവവചനം സംസാരിക്കുമ്പോൾ അത് ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് വചനം ശ്രമിക്കാൻ കഴിയുന്നല്ല. ഈ വചനം സംസാരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു തീ കത്തുന്നില്ല. ആ വചനം എന്റെ ഹൃദയത്തെ ധ്യാനിക്കാൻ കഴിയുന്നില്ല. തീ വചനം ധ്യാനിക്കുമ്പോൾ ധ്യാനത്തിങ്കൽ തീ കത്തുന്ന ഒരു അനുഭവം എന്റെ ആദ്യ ജീവിതത്തിലേക്ക് എനിക്ക് തരണമേ. പഴയ കാലഘട്ടത്തിലുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചു തരണമേ എന്ന് നീ ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയൊക്കെ വേണം നമ്മൾ ഇരിക്കാൻ? കുഞ്ഞുങ്ങളൊന്നും നടക്കരുത് കേട്ടോ. വചനം സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്തിരിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളൊന്നും നടക്കരുത്. അപ്പോൾ എങ്ങനെയായിരിക്കണം? വളരെ ഏകാഗ്രതയുള്ളൂ. ആ സമയത്തൊക്കെ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കണം. വചനം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണൊന്നൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ചേക്കണം. പ്രിയമുള്ളവരെ, വചനം സംസാരിക്കുമ്പോൾ വാട്സാപ്പ് നമ്മൾ നോക്കാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്യുന്നവരിവിടെ ആരും ഇല്ല. എന്നാലും ഞാനത് പറഞ്ഞത് മാത്രമേ. ആരാധനയ്ക്ക് വരുമ്പോൾ മറ്റൊരു കാര്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കുന്നു. നമുക്ക് നല്ലൊരു സ്ഥാനത്തൊക്കെ ഇരിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ കസേര എവിടെയാണോ നമ്മൾ അവിടെ ഇരിക്കണം. ആ കസേരകളൊന്നും നമ്മൾ എടുത്ത് നമ്മുടെ സൗകര്യപ്രദമായ സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മൾ ഇരിക്കരുത്. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് ആരാധിക്കാനാണ്. നമുക്ക് കസേര എടുത്ത് ഇരിക്കണമെങ്കിൽ എല്ലാവർക്കും മുമ്പേ നമ്മൾ ആരാധനയ്ക്ക് വന്നിട്ട് ഒരു കസേര നമുക്ക് ഇഷ്ടമുള്ളൊരു ഭാഗത്ത് കൊണ്ടുവന്ന് നമുക്ക് ഇരിക്കാം. പക്ഷേ ആരാധനാ സമയത്തൊന്നും നമ്മൾ കസേര എടുത്തുകൊണ്ട് പോകാനും മറ്റു കാര്യങ്ങൾക്കും മൊബൈൽ നോക്കാനും വാട്സാപ്പ് നോക്കാനും ഒന്നും നമ്മൾ സമയം നമ്മൾ ഉപയോഗിക്കരുത്. അതെല്ലാം നമ്മൾ ആരാധനയോട് കാണിക്കുന്ന വലിയ ഒരു അലസതയാണ്. ആരാധനയെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആരാധനാ സമയങ്ങളിൽ എഴുന്നേറ്റ് കഴിവതും നടക്കരുത്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാം. സഹോദരിമാരൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ഇതിനൊക്കെ ചില യാഗവസ്തുക്കളായെങ്കിലും പറ്റുകയുള്ളൂ. ആമേൻ ആമേൻ. ഈ
ദൈവാലയ കാര്യങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഉണ്ട്. ഞാനൊക്കെ പല സെന്ററുകളിൽ ആയിരിക്കുന്ന സമയത്ത് മിക്കവാറും ഒറ്റ കൺവെൻഷന് കൂടാൻ എനിക്ക് അവസരം ലഭിക്കാറില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചുമതല, ആ കൺവെൻഷന്റെ പ്രധാനപ്പെട്ടതായ ചില ചുമതലകൾ എനിക്കുള്ളത് കൊണ്ട് കൺവെൻഷൻ സമയത്ത് മിക്കവാറും ഞാൻ ഒരു കൺവെൻഷനും കൂടാറില്ല. കാരണം മിക്കവാറും ഒക്കെ എനിക്കുണ്ടായിരുന്ന സ്റ്റേജ് ക്രമീകരണമാണ്, സ്റ്റേജിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനത് സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ കൺവെൻഷനൊക്കെ മറ്റു പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഒത്തിരി പേര് വാളണ്ടിയേഴ്സ് ആയിട്ട് ഉണ്ടാകാറുണ്ട്. അതൊക്കെ ആ ഒരു കാര്യത്തോടനുബന്ധിച്ച് അവർ നടത്തുന്നതായ ഒരു സമർപ്പണമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കഞ്ഞിയൊക്കെ ആമേൻ തിളച്ച് പോകും. നിങ്ങൾ ഇടയ്ക്കൊക്കെ പോയി നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ചോറ് കഞ്ഞിയായി പായസമൊക്കെ ആയി പോകും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പോയി നോക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, ആവശ്യമില്ലാതെ നമ്മൾ ആരും ആരാധനയിൽ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആമേൻ അതുപോലെ തന്നെ സാക്ഷ്യം പറയുന്നതായ സമയം, സാക്ഷ്യം കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ആരാധന നമ്മൾ കഴിയും. പക്ഷെ ഒരു 10-15 മിനിറ്റ് കൂടെ നമുക്കൊന്ന് സഹിച്ച് നിൽക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ സാക്ഷ്യ സമയത്ത് ഒന്നും നമ്മുടെ പ്രിയമുള്ളവര് ആമേൻ വെളിയിലോട്ട് ഇറങ്ങി പോകരുത്. അത് കുഞ്ഞുങ്ങളാണെങ്കിലും പോകരുത്, വലിയവരാണെങ്കിലും പോകരുത്. നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വന്നത് ആമേൻ യാഗം അർപ്പിക്കാനാണ്. ഇതൊരു കുറ്റം പറഞ്ഞതൊന്നും അല്ല കേട്ടോ. പൊതുവായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ദൈവസ്നേഹത്തെ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആമേൻ. അത് ആമേൻ നിങ്ങളോടുള്ള വളരെ ബഹുമാനത്തിൽ ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാധനാ സമയത്ത് ആമേൻ ഇങ്ങോട്ട് നോക്കി നിൽക്കണം, വെളിയിലോട്ട് നോക്കി ഒന്നും നിൽക്കരുത് കേട്ടോ. ആമേൻ. ഇങ്ങോട്ട് കൈ ആരാധന സമയത്ത് ധ്യാനത്തിന്റെ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ കൈയൊക്കെ ഒന്ന് ഉയർത്തി, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ കരമൊക്കെ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ നമുക്ക് കഴിയണം. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. മാത്രമല്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനാണ് നമ്മുടെ കരങ്ങൾ നമ്മൾ ഉയർത്തുന്നത്. കരങ്ങൾ ഒന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവാലയ ശുശ്രൂഷ നടക്കുമ്പോൾ കാലമേ കാല് കയറ്റി വയ്ക്കുകയും അടുത്ത കസേരയെ കാല് കയറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അത് ദൈവവചനത്തോടുള്ളതാണ്. ഒരു തെറ്റായ സമീപനമാണ്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആമേൻ വളരെ വർഷങ്ങളായി വിശ്വാസത്തിൽ വന്നവരും ഒക്കെ എന്നെക്കാൾ മുമ്പേ വിശ്വാസത്തിൽ വന്നവരും ഒക്കെയാണ്. എങ്കിലും ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ സഭയുടെ ക്രമീകരണങ്ങൾ, ആരാധനയുടെ ക്രമീകരണങ്ങൾ ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരും എന്നോട് ആ വിഷയത്തിനകത്ത് പിണങ്ങിയൊന്നും ചെയ്യരുത്. അന്തരീക്ഷം പോയോ? ആമേൻ. പോകാനല്ല. ആമേൻ. ഒന്നുകൂടെ വായിച്ചാട്ടെ. യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവ്വജാതികൾ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ ആമേൻ വഴിപാടായി അർപ്പിക്കണം. കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആമേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചതായ കാര്യം, കുറുപ്രാവ് കാണാൻ വളരെ ഭംഗിയുള്ള ഒന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ദൈവത്തിന്റെ കുറുപ്രാവുമാരായിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. ഇന്ന് വരെ ദൈവം നമ്മളാകുന്ന കുറുപ്രാവിനെ ദുഷ്ടമൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് വരെ ആമേൻ അനേകം പ്രാവശ്യം നമ്മളെ കൊണ്ട് ദുഷ്ടമൃഗമാകുന്ന പിശാച് വില ചോദിച്ചു അവൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ആമേൻ സാത്താൻ പത്രോസിനെ കുറിച്ച് ചോദിച്ചതുപോലെ, സാത്താൻ യോബിനെ കുറിച്ച് ചോദിച്ചതുപോലെ ആമേൻ നമ്മളെ പലപ്പോഴും പാറ്റിക്കളയാ, ആമേൻ നമ്മളെ പറിച്ചു കളയാ, നമ്മളല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് നമ്മളെ ആക്കിക്കളയാ പിശാച് അനേക പ്രാവശ്യം അനുവാദം ചോദിച്ചിട്ട് ദൈവം നമ്മെ ആമേൻ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. കരങ്ങളടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ തൂവലൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് ആമേൻ നമുക്ക് മുറിവുകൾ ഉണ്ടാക്കി ഒരിക്കലും ആത്മീയമായി പറക്കാൻ കഴിയാത്ത വിധത്തില്, ചിറകടി ചുയരാൻ കഴിയാത്ത വിധത്തില് നമ്മെ ആക്കി കളയത്തക്കവണ്ണം വിചാര തന്ത്രങ്ങൾ ഒരുക്കിയപ്പോൾ നമ്മളെ നിന്റെ ദൈവം സൂക്ഷിച്ചു. നമ്മളെ
കർത്താവ് എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെ സൃഷ്ടിച്ചു? ഏകന്തോട്ടത്തിൽ സൃഷ്ടിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിച്ച ദൈവത്തിന്റെ മനോഹരത. ഞാൻ ജോർജ് ബ്രദറിനെ കാണുന്നത് ജോർജ് ബ്രദറായിട്ടല്ല കാണുന്നത്. ആമേൻ. ആമേൻ. കർത്താവിൽ പുതുതാക്കപ്പെട്ട, കർത്താവിന്റെ മനോഹാരിതയുള്ള ഒരാളാണ് ജോർജ് ബ്രദർ. കാര്യങ്ങൾ കേട്ടിയ സ്തോത്രം ചെയ്ത ഞാൻ ജോർജ് ബ്രദർ ഏറ്റവും മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാൻ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരെ കാണേണ്ടത് കർത്താവിലായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ആലോചന നമ്മളോട് പറയുന്നത്. നമ്മൾ ഒറ്റ വ്യക്തികളെയും നമ്മൾ അവരുടെ അവരുടെ നിറമനുസരിച്ച്, അവരുടെ സാമ്പത്തികം അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച്, അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ച്, അവരുടെ വീടിന്റെ വലുപ്പം അനുസരിച്ചല്ല നമ്മൾ കാണേണ്ടത്. ക്രിസ്തുവിൽ പുതു മനുഷ്യനാക്കി തീർത്ത കർത്താവിന്റെ മനോഹാരിതയിൽ വേണം നമ്മൾ ഓരോ വ്യക്തികളെ കാണുവാൻ. കരങ്ങൾ നടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മുടെ നോട്ട് ചെയ്യുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി നിന്നിരുന്നാണ്. കുറുപ്രാവിന്റെ ശബ്ദം കേൾക്കാൻ തക്ക പോലും ഒരു പ്രത്യേക മനോഹാരിതയുണ്ട്. ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് സംസാരിക്കുമ്പോൾ അതിനകത്തൊരു മനോഹാരിതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ചൊന്ന് സംസാരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞു എന്നുള്ള വിഷയത്തില് ഞാൻ ആ ഭാഗത്ത് സമയത്തിന്റെ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടാണ്, ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നു. നമുക്ക് സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് നാളുകളായി, ദീർഘനാളുകളായി ഒരാളെ കാണുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരച്ചത് വരും. നമ്മുടെ കുഞ്ഞ് വിദേശത്ത് നിന്ന് വരികയോ, ദീർഘനാളുകളായി അവൻ വിദേശത്ത് പോയിട്ട്, അല്ലെങ്കിൽ അവൻ വിദേശത്ത് പോയിട്ട് ദീർഘനാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ അവൻ ഇന്നൊക്കെ എയർപോർട്ടിൽ പോയിട്ടാണല്ലോ കാണുന്നത്. പക്ഷെ അന്ന് അങ്ങനെയല്ല. ട്രെയിനിൽ വന്നിട്ട് എങ്ങനെയും വീട്ടിലെത്തുക, അമ്മ ഇങ്ങനെ വിഴി നട്ടിങ്ങനെ ഇരിക്കുക, അമ്മ ഇങ്ങനെ കണ്ടിങ്ങനെ നോക്കി വിളിച്ചിരിക്കുക. റോഡിലൊക്കെ എല്ലാ ശ്രദ്ധയും റോഡിലേക്ക്, ഒരു കാർ അതിലേക്കൂടെ പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, മോനാണ് വരുന്നത്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീടിന്റെ മുമ്പിൽ ഒരു കാർ വരുന്നത്. അമ്മ പെട്ടെന്ന് ഓടിച്ചെന്ന് മോന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഒരു കെട്ടിപ്പിടിച്ചൊരു പൊട്ടിക്കരഞ്ഞ് ഒരു ചുംബനം കൊടുക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് ദുഃഖത്തിലുള്ള അതല്ല, അത് സന്തോഷത്തിന്റെ പൊട്ടിക്കരച്ചിലാണ്. കഴിഞ്ഞ ദിവസം പൊട്ടിക്കരച്ചിലെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ആദ്യമായി റാഹേലിനെ യാക്കോബ് കണ്ടപ്പോൾ ഓടിച്ചത് തന്റെ കുടുംബത്തിൽപ്പെട്ടവളാണ്. റാഹേൽ കണ്ടപ്പോൾ ഓടിച്ചെന്ന് സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞതുപോലെ, ചുംബിച്ച് പൊട്ടിക്കരഞ്ഞതുപോലെ ദൈവത്തിന്റെ വൈദ്യുതി ദൈവമക്കൾ ഒരുമിച്ച് കാണുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് അടിച്ചു നിർത്തോത്രം ചെയ്താട്ടെ. വലിയ വിധി വരുമ്പോൾ വഴിമാറി പോകുന്നതല്ല സന്തോഷം. ആദ്യ കാലഘട്ടത്തിൽ ദൈവമക്കൾ ഒരുമിച്ച് കാണുമ്പോൾ മാറാനാഥ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സ്നേഹചുംബനം കൊടുത്ത് സ്നേഹം മുതിർക്കുന്ന, സന്തോഷം മുതിർക്കുന്ന രാത്രി അനുഭവം ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്നു. അതാണ് യഥാർത്ഥമായ ഒരു ആത്മീയ സന്തോഷം. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ലക്ഷണമതായിരുന്നു. കഠിനമായ പീഡനത്തിലൂടെ സഭ പോയപ്പോൾ, എങ്ങും ഒരു ആശ്വാസം ലഭിക്കാതെ വന്നപ്പോൾ ദൈവമക്കൾ ഒരുമിച്ച് കാണുന്നത് ഒരു വലിയ സന്തോഷമാണ്. ഒരുമിച്ച് പരസ്യമായിട്ടല്ല കാണുന്നത്, രഹസ്യമായിട്ടാണ് കാണുന്നത്. വഴിയിൽ വെച്ച് കാണുമ്പോൾ ഇത്തൂസെന്നായിരുന്നു അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തിന്റെ ചിഹ്നമാണ്. കുരിശൊന്നും വെക്കാൻ പറ്റില്ല, മറ്റു ചിഹ്നമൊന്നും വെക്കാൻ പറ്റില്ല. മത്സ്യത്തിന്റെ ചിഹ്നമാണ് അവിടെ ക്രിസ്ത്യാനിയാണെന്ന് അറിയാൻ വേണ്ടി രഹസ്യമായിട്ട് വെച്ചോണ്ടിരുന്നത്. ആ മത്സ്യത്തിൻ്റെതായ ചിഹ്നത്തിന്റെ വിദ്യൂസ് എന്നുള്ള പദം നമ്മൾ തിരിച്ചു വരുമ്പോ അത് ക്രിസ്തു ദൈവപുത്രൻ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഞാൻ മറ്റു സന്ദർഭത്തിൽ അത് വ്യക്തമായിട്ട് പറയാം. അത് കാണുമ്പോൾ ഒരു ക്രിസ്ത്യാനി അറിയും ഇതൊരു ക്രിസ്ത്യാനിയുടെ വീടാണ്.
കാരണം അവിടെ മത്സ്യത്തിന്റെ ചിഹ്നമുണ്ട്. പരസ്യമായിട്ട് നമ്മെ കാണാനായിട്ട് പറ്റുകയില്ല. ഒരു നിയമവൈദ്യല്ല, കാരണം പരസ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിനകത്തിന് കൊല്ലും, വധശിക്ഷയാണ് 1-ാം നൂറ്റാണ്ടിൽ. അത്രമാത്രം വലിയപരമായ പീഡനങ്ങളാണ്. ദൈവത്തിന്റെ വൈതലി ഞാൻ പറയട്ടെ, കാണുമ്പോൾ ഒരുമിച്ച് കണ്ട് സന്തോഷിച്ച് മാറാനാഥ നമ്മുടെ കർത്താവായ യേശു കർത്താവ് വേഗം വരുന്നു. കഷ്ടതകൾ തീരാറായി, ഈ പീഡനങ്ങൾ തീരാറായി, ഈ വേദനകൾ തീരാറായി, ഈ അവഗണന തീരാറായി, ഈ പീഡനം തീരാറായി. ഇന്ന് നമ്മൾ മാറാനാഥ എന്ന് പറയാത്തതിന്റെ കാര്യം നമുക്ക് പീഡനമില്ല. അതുകൊണ്ട് ക്രിസ്തു നിമിത്തം നമ്മളാരും ജയിലിലടക്കപ്പെടുന്നില്ല, ക്രിസ്തു നിമിത്തം നമ്മളാരും പീഡനങ്ങൾ ഏൽക്കുന്നില്ല, ക്രിസ്തു നിമിത്തം നമ്മളാരും ചമ്മട്ടി കൊണ്ട് അടിയേൽക്കുന്നില്ല. ക്രിസ്തു നിമിത്തം നമ്മളെ ആരും തടവറയിൽ അടയ്ക്കുന്നില്ല, ക്രിസ്തു നിമിത്തം നമ്മുടെ ആരും ജോലി പോകുന്നില്ല. ക്രിസ്തു നിമിത്തം മറ്റൊരു ലാഭമല്ലാതെ മറ്റൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല, കർത്താവേ നീ ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മളൊരു കാര്യം ചെയ്യണം, നിങ്ങളെന്നല്ല നമ്മളൊരു കാര്യം ചെയ്യണം. രോഗക്കിടക്കയിൽ കിടക്കുന്ന 6 മാസം 1 വർഷമായി തീരാവേദനയിൽ കിടക്കുന്ന ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്. ഒത്തിരി സങ്കടം വരാറുണ്ട് അവരെ കാണുമ്പോൾ. കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ ആരോഗ്യത്തോട് നടന്നതും കർത്താവിനെ സേവിച്ചതും കർത്താവിന് വേണ്ടി നിന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വരാറുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ അവരോടൊന്ന് ചോദിച്ചു നോക്കണം, ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നതായ കാര്യം, മാസങ്ങളായി വർഷങ്ങളായി രോഗക്കിടക്കൽ കിടക്കുകയാണ്, വെളിയിലേക്കൊന്ന് പോകുന്നില്ല, അകത്ത് ആരെങ്കിലും ഒന്ന് കാണാൻ വന്നെങ്കിൽ അവരുമായിട്ടൊന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് കിടക്കുന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടതായി ഒരു 19 വയസ്സുകാരൻ മോന്, അവനൊരു ബൈക്ക് അപകടം ഉണ്ടായിട്ടപ്പോൾ 8 മാസമായി. എനിക്ക് അവനെ കുറിച്ച് ഭയങ്കര ഭാരവും വിഷമവും ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം അവന് ശരീരത്ത് ഓപ്പറേഷൻ നടന്നു, 12 ഓപ്പറേഷൻ ഇപ്പോൾ അവന്റെ കാലിൽ നടന്നു. ഏകദേശം 8 മാസത്തിൽ താഴെ ആയിട്ടുള്ള അപകടം ഉണ്ടായിട്ട്. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര പേടിയാ. ഒരു ഭാഗത്തോടെ ചിന്തിച്ചാൽ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ അവന് നോക്കുന്ന സമയത്ത് അവന്റെ കാലിൽ എത്ര ഓപ്പറേഷൻ നടത്തിയ 12 ഓപ്പറേഷൻ നടത്തി. അവൻ വളരെ വേദനയോടുകൂടിയാണ് അവൻ കിടക്കുന്നത്. പക്ഷെ അവൻ എത്ര ചികിത്സിച്ചിട്ടും അവന്റെ കാല് സുഖമാകുന്നില്ല. ഇപ്പോഴും അവൻ ആശുപത്രിയില്ല. നമുക്കൊരു 12 ലക്ഷം രൂപയോളം 12 ലക്ഷം രൂപയോളം അവന് സമാഹരിച്ചു കൊടുക്കാൻ പറ്റി. അപ്പനൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ വിവരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞ 19 വയസ്സേ ഉള്ളൂ, കാണാനൊക്കെ നല്ല ഒരു ചെറുപ്പക്കാരൻ. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അവന്റെ മുമ്പിൽ നമുക്ക് കരയാൻ പറ്റുമോ? കണ്ണു നിറയാൻ പറ്റുമോ? അവൻ എന്ത് വിഷമമായി. ഞാൻ നോക്കിയപ്പോ അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അവന്റെ കാലിന് ഇത്രയും വലിപ്പ വ്യത്യാസം. ഇപ്പൊ വേറൊരു ചെരുപ്പിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവന് മറ്റേ കാലുമായിട്ട് ഇത്രയും വലിപ്പ വ്യത്യാസമുണ്ട്. ആ വലിപ്പ വ്യത്യാസം വരാൻ കാരണം ആ മുറിവ് പഴുക്കുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലെടുത്ത് മാറ്റി. ഇനി ആ മോൻ ജീവിതകാലം മുഴുവൻ നടക്കുന്നത് അത്രയും കാലിന്റെ വലിപ്പക്കുറവുമായിട്ട്. ഒരു മോനേ ഉള്ളൂ, ഒരു മോളാണ്, ദേഹം മൊത്തം മൊഴയാണ്. അമ്മയാണെങ്കിൽ 10 പേരിലും ഇങ്ങനെ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഏത് കഠിന ഹൃദയം ദുഃഖം വരും. ഞാൻ പറയാൻ കാര്യം, അവൻ എന്നോട് ചോദിച്ച, അവൻ ചെന്നപ്പോ, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവനെ കാണാൻ ചെന്നപ്പോ അവൻ എന്നോടൊരു വാക്ക്, പാസ്റ്റേ എനിക്കൊന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, ഇനി എത്ര നാളിങ്ങനെ കിടക്കണം. ഞാൻ പറഞ്ഞ മോനെ പെട്ടെന്ന് സ്വഭാവം. ഞാൻ ചെല്ലുമ്പോ അവന്റെ ഇങ്ങനെ തലേ മുടിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് അവനിങ്ങനെ ആശ്വസിപ്പിക്കാറൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ, ഇനിയും ജീവിതമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും ആശുപത്രിയില്ല, വീണ്ടും അവന്റെ കാലിൽ പഴുപ്പായി. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അകത്ത്, വീടിന്റെ അകത്ത് ആരെങ്കിലും ഒന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന
പുറത്തെ കാഴ്ചകൾ കന്യപ്പെട്ടു പോകുന്ന അനേകർ നമുക്കുണ്ട് പ്രിയമുള്ളവരെ. അവരോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കിയേ, ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ചോദിച്ചാൽ അവന് പറയുന്ന കാര്യം എന്റെ കർത്താവ് ഒന്ന് വേഗം വന്നാൽ മതി. കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ജീവിതത്തിൽ ദൈവത്തിന്റെ വൈദ്യുതേ അവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ കർത്താവ് ഒന്ന് വേഗം വരിക. Praise the Lord, praise the Lord, praise the Lord. ഇപ്പൊ കുഴപ്പമില്ലാത്തത് കൊണ്ടല്ലേ കർത്താവ് പെട്ടെന്ന് വരണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. വീട് പണി ഒന്ന് തീർന്നിട്ട് കർത്താവ് വന്നാൽ മതി. കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് കർത്താവ് വന്നാൽ മതി. ആമേൻ. കൊച്ചിനൊരു ജോലി കിട്ടിയിട്ട് കർത്താവ് വന്നാൽ മതി. ആമേൻ. ഇത്രയും പഠിപ്പിച്ചതല്ലേ. ആമേൻ. ഒരു മാസത്തെ ശമ്പളം, ഒന്ന് നല്ലൊരു ശമ്പളം ആമേൻ കിട്ടിയിട്ട്, ആമേൻ, കൈ കിട്ടിയിട്ട് അതൊന്ന് കണ്ട് സന്തോഷിച്ചിട്ട് ആമേൻ കർത്താവ് വന്നാൽ മതി. കാരണം നമുക്ക് വേറെ അല്ലലില്ല, പ്രശ്നമില്ല, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ ആഗ്രഹം അതാ. പക്ഷെ കർത്താവ് എന്നൊരു പ്രയാസത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ പോയാൽ നമ്മൾ പറയും നമ്മുടെ കർത്താവ് വേഗം ഒന്ന് വന്നാൽ മതി. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്താണ്. ഈ കുരുപ്രാവ് അമ്മീന്റെ ശബ്ദം ഏറെ ആകർഷിക്കുന്നതാണ്. നമ്മൾ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ദൈവമക്കൾ ഒരുമിച്ച് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. മാത്രമല്ല പ്രാവിന് ആമേൻ നമ്മുടെ തിരുവചന ഭാഗം വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3:22 വായിച്ചു. ലൂക്കോസിന്റെ 3:22. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്നതുപോലെ അവന്റെ മേലിറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ജനം സ്ഥാനമേൽക്കുകയിൽ യേശുവും സ്ഥാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേലിറങ്ങി വന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പ്രാവിന് ആമേൻ ഒരുപാട് പ്രാധാന്യം വേദപുസ്തകം കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇത്രമാത്രം നിഷ്കളങ്കത നിറഞ്ഞ വേറൊരു പക്ഷി ഇല്ല. ആമേൻ. കർത്താവിനെ പറഞ്ഞ നിങ്ങൾ പ്രാവനെ പോലെ നിഷ്കളങ്കരായിരിക്കും. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ദൈവവൈദ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നിഷ്കളങ്കതയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നിഷ്കളങ്കനായിരുന്നു. നിഷ്കളങ്കതയോടാണ് കർത്താവ് സ്നേഹിച്ചത്. ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നത് നിഷ്കളങ്കതയോടാണ്. ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നതിനകത്ത് ദൈവത്തിൽ നിന്നോട് നിഷ്കളങ്കമായ സ്നേഹമാണ്, സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്. എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കുമെന്ന് വിചാരിച്ചല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നത്. നീ ഭാവിയായിരിക്കുമ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരു കർത്താവാണ് നിന്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കർത്താവിന്റെ തിരുവേശിയുമായിട്ട് നാം ഒരുമിച്ച് വന്നിരിക്കുന്നത്. നിനക്ക് ജീവൻ തന്ന കർത്താവ് നിന്റെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി സ്നേഹിക്കുന്ന ദൈവമല്ല. നിന്റെ ദൈവം ജീവൻ നൽകി സ്നേഹിക്കുന്ന സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം ദൈവ മക്കളുമായിരിക്കുക ദൈവം ആഗ്രഹിക്കുന്നത്. നിഷ്കളങ്കമായ സ്നേഹമുള്ളവരായിരിക്കണം, നിഷ്കളങ്കമായ പ്രവൃത്തിയുള്ളവരായിരിക്കണം, നിഷ്കളങ്കമായ ഇടപാടുകളുള്ളതായിരിക്കണം, നിഷ്കളങ്കമായ സംസാരമുള്ളവരായിരിക്കണം, നിഷ്കളങ്കമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം, നിഷ്കളങ്കമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. നിഷ്കളങ്കതയാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടുത്തെ പുണ്യാകരത്താൽ നിന്റെ സകല പാപവും ഒക്കെ നിന്നെ ശുദ്ധീകരിച്ചത് നിഷ്കളങ്കവും നിഷ്കളങ്കമായ ആ പുണ്യാകരത്തെ നിന്നെ ശുദ്ധീകരിച്ചത് ദൈവത്തിന്റെ വൈകലേ. ദൈവം നിനക്ക് തന്നിരിക്കുന്നതായ ഈ ആയുസ്സിൽ നീ നിഷ്കളങ്കതയോടെ ദൈവത്തെ സേവിക്കാനാണ്. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ. നീ നിഷ്കളങ്കനായിരിക്കുന്നു.
രണ്ട് അഭിപ്രായം. നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരെ സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും നല്ല വാക്ക് പറയുകയും ചെയ്തിട്ട് അവർ മാറുമ്പോൾ അവരെ കുറിച്ച് ദോഷം നമ്മൾ പറയുന്നു. നിന്നെ കുറിച്ച് അനേകർ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ പ്രിയമുള്ള കുഞ്ഞെ, നിന്നെ കുറിച്ച് പലരും അങ്ങനെ പറയുമ്പോൾ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന നീ നിഷ്കളങ്കനായിരിക്കണം. സമയമുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ആമേൻ. ദൈവം പ്രാവിനെ കാണിക്കുന്നതിന്റെ കാര്യം, പ്രാവ് ആമേൻ വളരെ നിഷ്കളങ്കമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കിയേ, ഒരു പ്രാവ് ഒരു ബഹളത്തിനും പോകുന്നില്ല. കാക്കയൊന്ന് തൊട്ട് നോക്കിയാൽ ബഹളമാണ്. ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ച, പുള്ളി ഹെൽമെറ്റ് വെച്ചോണ്ടെങ്കിലും പോകത്തുള്ളൂ. കാരണം പുള്ളി അവിടെ കിടന്നൊരു കാക്കക്കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും വിഷയം. കാക്ക വിചാരിച്ചു അവൻ അതിന്റെ കുഞ്ഞിനെ എന്തോ ചെയ്യാൻ പോവാണെന്ന്. പിന്നെ എവിടെ വെച്ച് പുള്ളിയെ നോക്കിയിരിക്കുക. പുള്ളി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നത് നോക്കി കാക്കകൾ ഇരിക്കുക. വെളിയിലോട്ട് ഇറങ്ങിയാൽ അന്നേരം തലക്കെട്ടെല്ലാം കൂടെ ഒന്ന് കുത്തും. അതുകൊണ്ട് പുള്ളി ഒരു ഹെൽമെറ്റൊക്കെ വെച്ച് ഗ്ലാസ് ഒക്കെ ഇട്ട്, കാരണം കണ്ണിലൊക്കെ കൊത്തു വരാതിരിക്കാൻ ഹെൽമെറ്റ് വെച്ച് പുള്ളി റോഡിൽ ഇറങ്ങുള്ളൂ. പക്ഷെ ഒരു പ്രാവിനെ നോക്കിയേ, അതൊരു ബഹളത്തിലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു ബഹളത്തിൽ ഉൾപ്പെടരുത്. ബഹളമുണ്ടാക്കുന്നിടത്ത് നമ്മൾ ഉൾപ്പെടരുത്. ഒരു ബഹളത്തിൽ നമ്മൾ ഉൾപ്പെടരുത്. നമ്മൾ ദൈവസന്നിധി ശാന്തതയോടെ നമ്മൾ നിൽക്കണം. പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെന്ന് വരാം. പക്ഷെ പരിശുദ്ധാത്മാവ്, നമ്മളൊക്കെ മനുഷ്യരാണ്, പക്ഷെ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആമേൻ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്തരമുള്ള സകല ബഹളങ്ങളിൽ നിന്ന് മാറി ശാന്തമായിട്ട് അഭിഷേകത്തിന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷവും സമാധാനവും തരും. വീണ്ടെടുപ്പ് നാളിനായി മുദ്ര വെച്ച പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിനകത്ത് സമാധാനവും സന്തോഷവും തരും. നിന്റെ മാനസിക പിരിമുറുക്കവും മാറും. നിന്റെ മാനസികമായ ടെൻഷൻ എന്ന് മാറും. നിന്റെ തലച്ചോറിലേക്ക് ഇരച്ച് വരുന്നതായ വാക്കുകളുണ്ടല്ലോ, വിദ്വേഷത്തിന്റെ വാക്കുകളും പകയുടെ വാക്കുകളും പിണക്കത്തിന്റെ വാക്കുകളും പിണക്കത്തിന്റെ വികാരങ്ങളും വികാരവിക്ഷോഭങ്ങളും എല്ലാം മനസ്സിൽ നിന്ന് മാറും. ഒരു പക്ഷെ നീ പെട്ടെന്ന് പ്രതികരിച്ചെന്ന് വരാം, അത് ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. പക്ഷെ നീ അതിൽ നിന്ന് അല്പം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിനകത്ത് ഇടപെടും. നീ അങ്ങനെ സംസാരിച്ചത് ശരിയല്ല, നീ അങ്ങനെ ഇടപെട്ടത് ശരിയല്ല, നീ അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു. നീ ഒരു ദൈവവൈദ്യനാണല്ലോ, നീ ഒരു പാസ്താണല്ലോ, നീ ഒരു ദൈവവൈദ്യനാണല്ലോ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എന്തൊരു വീട്ടുകെട്ടാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശാന്തമായിട്ടിരുന്ന് ആത്മാവിന് കീഴ്പ്പെട്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ ആ പുണ്യാഗ്രഹത്താൽ നമ്മെ കഴുകി വെടുപ്പാക്കി ഒരു നിഷ്കളങ്കതയിൽ ദൈവം നമ്മെ നിലനിർത്തും. കരങ്ങൾ അടിച്ചു സ്തോത്രം ചെയ്താണ്. നമ്മളതിന് ഇരുമ്പും കളിമണ്ണൊന്നുമല്ല, ഇരിക്കൊന്നുമല്ല. പെട്ടെന്ന് നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചെന്ന് വരണം. പക്ഷെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് കുറച്ച് അന്നേരം തന്നെ സംസാരിക്കുമ്പോൾ തന്നെ സംസാരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മൾ കേൾക്കില്ല. ഈ ബഹളത്തിനിടയിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളൊന്ന് ശാന്തമായി ഒന്ന് മാറുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും. മോനെ മോളെ, അത് വേണ്ടായിരുന്നു. ഞാൻ നിന്നെ വിളിച്ച പദവിക്കനുസരിച്ചല്ല നീ ഇപ്പൊ സംസാരിച്ചതും ഇടപെട്ടതും ഒക്കെ. നിനക്കൊരു മാറ്റം വരണം. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുറുപ്രാവിനെ കുറിച്ചാണ്. കുറുപ്രാവിനെ യാഗത്തിൽ ആകെ ഒറ്റ പക്ഷിയെ ദൈവം യാഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ആമേൻ. അതിന്റെ കാരണത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കർത്താവ് നമ്മോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നമ്മൾ സകല ബഹളത്തിൽ നിന്നും മാറി അവൻ ക്രിസ്തു നമ്മുടെ സമാധാനമാകുമെങ്കിൽ നമ്മളും സമാധാന പ്രിയരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്നെ കുറിച്ച് അപവാദം പറയുമ്പോഴും നീ ബഹളം ഉണ്ടാക്കാൻ പോകരുത്. നിന്നെ കുറിച്ച് കുറ്റം പറയുമ്പോഴും നീ ബഹളം ഉണ്ടാക്കാൻ പോകരുത്.
നീ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് ചെയ്തെന്ന് വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ ഫേസ്ബുക്കിലും ഒക്കെ നിന്നെ കുറിച്ച് എഴുതുമ്പോ നീ ബഹളം ഉണ്ടാക്കാൻ പോകരുത്. നിന്നെ കുറിച്ച് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് നീ അറിഞ്ഞാലും നീ ബഹളം ഉണ്ടാക്കാൻ പോകരുത്. നീ ശാന്തമായിട്ടിരുന്നാ മതി. നീ എന്തുകൊണ്ട് ശാന്തമായിരിക്കണമെന്ന് വചനത്തിലൂടെ ഞാൻ സംസാരിക്കാം. യെശയ്യാ പ്രവചനം 50:4 മുതൽ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അപ്പൊ ദൈവം നിനക്ക് തന്നിരിക്കുന്ന നാക്ക് എന്തിനാണെന്നറിയാമോ? തളർന്നിരിക്കുന്നവരെ താങ്ങാൻ, ക്ഷീണിച്ചിരിക്കുന്നവരെ താങ്ങാൻ. വിശ്വാസ ജീവിതം വേണ്ടാന്ന് പറയുന്നവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കുഞ്ഞെ എല്ലാത്തിനും ദൈവം ഒരു മാറ്റം വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ക്ഷീണിച്ചവരെ ശക്തിപ്പെടുത്താനുള്ള വചനമാണ് നിന്റെ വായിൽ കർത്താവ് തന്നിട്ടുള്ളത്. നമ്മൾ നവോമിയെ കുറിച്ച് ചിന്തിച്ചതുപോലെ 5 പ്രാവശ്യം രൂത്തിനോടും മോർപ്പയോടും പറഞ്ഞു പോകും, തിരിച്ചു പോക്കോ തിരിച്ചു പോക്കോ തിരിച്ചു പോക്കോ. അത് കേട്ടിട്ട് ഒരുമിച്ച് വരാൻ ബേത്ലഹേമിലേക്ക് ഒരുമിച്ചാണ് വരുന്നത്. മോവാബിൽ നിന്ന് ഒരുമിച്ച് വരികയാണ്. ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വരുന്നതായിരിക്കുന്ന സമയത്ത് അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരിച്ചു പോക്കോ. എവിടേക്കാ ഇറങ്ങി തിരിച്ചത്? നമ്മൾ വാക്കൊക്കെ എടുത്ത് ചിന്തിച്ചത് ബേഥേലിലേക്ക് അവിടേക്ക് വന്നോണ്ടിരിക്കുക, ബേത്ലഹേമിലേക്ക് വന്നോണ്ടിരിക്കുമ്പോൾ വഴികൾ വെച്ചിട്ട് പിന്നെ പറഞ്ഞ് തിരിച്ചു പോക്കോ. അപ്പൊ ഓർമ്മയ്ക്ക് തോന്നി ഇങ്ങനെ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട്, അന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിയമ്മയും 2 മരുമക്കളും അമ്മായിയമ്മയും കൂടെ കെട്ടിപ്പിടിച്ച് വഴിയിൽ വെച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് ഓർപ്പ തിരിച്ചു പോയി. ഇത് അനുഭവമല്ല. ആത്മീയമണ്ഡലത്തിനകത്ത് ഒരു ദൈവസന്നിധിയിലേക്ക് വന്നാൽ അവനെ വാക്കുകൊണ്ട് ശക്തീകരിച്ച് നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അവന് ചെയ്ത് അത് സാമ്പത്തികം കൊണ്ടാകാം, ശരീരം കൊണ്ടാകാം, മനസ്സുകൊണ്ടാകാം. നീ അവന് നന്മ ചെയ്ത് അവന് വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി അവനെ ധൈര്യപ്പെടുത്തി അവനാകാൻ വേണ്ടിയിട്ട് ദൈവം നിനക്ക് തന്നിരിക്കുന്ന നാവാണ് ശിഷ്യന്മാരുടെ നാവ്. ദൈവത്തിനെ ശിഷ്യന്റെ നാവ് തരുന്നത്. നീ അവിടെ ഗുരു ആകരുത്. ഗുരു മുകളിലുണ്ട്. ഗുരു നിന്നോട് സംസാരിക്കും. തളർന്നിരിക്കുന്നവനും ക്ഷീണിച്ചിരിക്കുന്നവനും ഭയപ്പെട്ടിരിക്കുന്നവനും വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് 1 ചുവട് വെച്ചിട്ട് 4 ചുവട് പിന്നേക്ക് വെക്കാൻ വേണ്ടി ഇരിക്കുന്നവരോട് നീ സംസാരിക്കുന്നത് നിന്റെ ജ്ഞാനത്തിലല്ല, നിന്റെ അറിവിലല്ല, നിന്റെ ബുദ്ധിയിലല്ല, നീ പ്രാപിച്ചതായ ചില അനുഭവങ്ങളിലല്ല. ദൈവത്തിന്റെ ആലോചന ദൈവത്തിൽ നിന്ന് കേട്ട് ശിഷ്യന്മാരുടെ നാവായിട്ട് നീ മാറണം. നീ ശിഷ്യനായാൽ നിനക്ക് പിന്നിൽ ഒരു ഗുരു ഉണ്ട്. ആ ഗുരുവാണ് നിന്നോട് സംസാരിക്കുന്നത്. ആ ഗുരു നിന്നോട് പറയുന്നതിനകത്ത് വേറെ സ്വാർത്ഥതയില്ല. യോനായ ദൈവം വിളിച്ചു, നിനവയ്ക്ക് പോകാൻ പറഞ്ഞു. ഗുരുവാമി കർത്താവ് പറഞ്ഞു, നീ ചെന്നാ മതി. നീ അവരുടെ മാനസാന്തരത്തിന്റെ വചനം പ്രസംഗിക്കുക. നീ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ നിന്നോട് പറഞ്ഞു തരാം. നീ നിലവയ്ക്ക് ചെല്ലാൻ പറഞ്ഞു. യോനയ്ക്ക് ഒട്ടും നിലവയ്ക്ക് പോകാൻ ഇഷ്ടമല്ല. കാരണം അവർ മാനസാന്തരപ്പെടുമെന്നുള്ളത് യോനയ്ക്കറിയാം. പക്ഷെ അവർ അങ്ങനെ തന്നെ മരിച്ചു പോകണം, നശിച്ചു പോകണം, തിരകപ്പെട്ടണം, നശിച്ചു പോകണമെന്നൊക്കെയാണ് യോനയുടെ ചിന്താഗതി. കാരണം യഹൂദനും നിവാസികളും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നശിച്ചു പോകട്ടെ എന്ന്. പക്ഷേ ദൈവം പറഞ്ഞെങ്കിൽ യോന അങ്ങോട്ട് പോയില്ല. യോന നേരെ തർശീസിലേക്ക് കയറിപ്പോയി. അവൻ ശിഷ്യനാകാൻ, അവന്റെ നാവിനെ ശിഷ്യനാകാൻ അവൻ സമ്മതിച്ചില്ല. യോന ശിഷ്യനാകാൻ ആഗ്രഹിച്ചില്ല. അവൻ ഗുരുവായിട്ട് നിന്നു. കാരണം ദൈവത്തിന്റെ ആലോചന വ്യക്തമാക്കി കളഞ്ഞ് ദൈവം പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് ചെയ്തപ്പോൾ ദൈവത്തിന് അവനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കടലാർണിയുടെ വയറ്റിൽ വെച്ച് ദൈവം പിടിച്ചപ്പോൾ അവൻ അയ്യം പിടിച്ച് കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് അവന്റെ നാമ ദൈവം ഏൽപ്പിച്ച ആലോചനയുടെ ശുശ്രൂഷക്കാരനായി ഒരു ശിഷ്യനായി മാറിയപ്പോൾ നിനവേ മുഴുവനും മാനസാന്തരപ്പെട്ടു. കരങ്ങളടിച്ച് ഒന്ന് സ്തോത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ യോനയ്ക്ക് സ്വാർത്ഥതയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ആദ്യം നിലവയ്ക്ക് പോയില്ല. അവൻ സ്വാർത്ഥത മാറ്റി വെച്ചപ്പോൾ അവന്റെ ദൈവത്തിന്റെ ശിഷ്യനായിട്ട് മാറി.
ആമേൻ. ഇത് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. തളർന്നിരിക്കുന്നവനെ നാവ് വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് നമുക്ക് പലതും എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ആമേൻ. പലരും ഞാൻ സ്നേഹിക്കുന്ന ആമേൻ പ്രിയ ആന്റിമാരുടെ അങ്കിളുമാരുടെ മക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ അവരെ ഇങ്ങനെ വിളിച്ചിട്ട് യോബിന്റെ സ്നേഹിതന്മാര് ഫോൺ ചെയ്ത് വിളിക്കുന്നത് പോലെ അവിടെ ചെന്നിരിക്കുന്നത് പോലെ കുറച്ചു നേരം ഞാൻ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എന്ത് സംസാരിച്ചാലും അവരെ വേദനിപ്പിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ആമേൻ ഫോൺ വിളിച്ച് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. കാരണം ഉള്ളിൽ എന്ത് അവനോട് സംസാരിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. ഇതുപോലെ ദൈവത്തിന്റെ വഴിയിലെ ചില ജീവിതത്തിന്റെ ചില മേഖലകളിൽ ചെല്ലുമ്പോൾ, ചില ദുഃഖം വീട്ടിൽ ചെല്ലുമ്പോൾ, ചില പ്രയാസത്തിന്റെ അനുഭവങ്ങളിൽ ചെല്ലുമ്പോൾ, ചില നെടുവീർപ്പിന്റെ പശ്ചാത്തലമുള്ള ഭവനത്തിന് ചെല്ലുമ്പോൾ, വേദനിക്കുന്ന ചില വ്യക്തികളെ കാണുമ്പോൾ, തകർന്നിരിക്കുന്നവരെ കാണുമ്പോൾ എന്ത് പറയണമെന്ന് നീ അറിയാതിരിക്കുമ്പോൾ നിന്റെ നാവിനെ ദൈവം ബലപ്പെടുത്തും. അനേകരെ ശക്തീകരിച്ച് അനേകരുടെ തളർന്നു പോയിരിക്കുന്ന മുഴങ്കാലുകളെ ശക്തീകരിക്കുക, ആമേൻ, കൈകളെ ശക്തീകരിക്കുക, ഹൃദയത്തെ ശക്തീകരിക്കുക, അവരുടെ മനസ്സിനെ ശക്തീകരിക്കുക, അവരുടെ കാലുകളെ ശക്തീകരിക്കുക. ദൈവം നിന്നെ ഉപയോഗിക്കുന്നതിന് നീ ദൈവത്തിലേക്ക് നീ ആലോചന പ്രാപിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാലെ നടത്തപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടത് കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവനെ രാവിലെ തോറും ഉണർത്തുകയാണ്. എല്ലാ ദിവസവും ദൈവത്തിന്റെ ഒരു ഇടപെടിയിൽ കലങ്ങൾ നടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല ദൈവം ഇടപെടുന്നത്. രാവിലെ ദൈവസ്ഥലത്തിൽ ഇരിക്കുമ്പോൾ ദൈവം ഇടപെടുന്ന ദൈവമക്കൾക്കായ സ്തോത്രം ചെയ്യുകയാണ്. ദൈവ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ദൈവമക്കൾക്കായ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം തൊട്ടിട്ട് ഉറങ്ങരുത് കേട്ടോ. ദൈവം തൊട്ടിട്ട് നീ ഉറങ്ങരുത്. ദൈവം നിന്നെ തൊടുന്നത് ഉണർത്താനാ. നിന്നെ കൊണ്ട് ദൈവത്തിന് ഉപയോഗമുണ്ട്. നിന്നെ കൊണ്ട് അനേകര് കർത്താവിൽ ഉറച്ച് നിൽക്കണം. നിന്നെ കൊണ്ട് അനേകര് കർത്താവിൽ ശക്തീകരിക്കപ്പെടണം. അനേക വ്യക്തികള് നിന്റെ വാക്കുകൾ കൊണ്ട് ദൈവത്തിന് വേണ്ടി ആദായപ്പെടണം. ദൈവം നിന്നെ തൊടുകയാണ്. ഓരോ ദിവസവും രാവിലെ ദൈവം നിന്നെ ഉണർത്തുകയോ. നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നെ ഉണർത്തുകയോ. ഉറങ്ങിയതൊക്കെ മതി. ഇനി കുറച്ചു നേരം നീ ഉണർന്നിരിക്കും. എന്റെ കൂടെ അല്പസമയം നീ പ്രാർത്ഥനയ്ക്ക്. നിന്റെ ഹൃദയത്തെ എനിക്ക് ഉണർത്താനുണ്ട്. നിന്റെ മനസ്സിനെ എനിക്ക് ഉണർത്താനുണ്ട്. നീ ഉറങ്ങിയത് മതി പോലെ, ഉറങ്ങിയത് മതി പോലെ എനിക്ക് നിന്നെ അല്പസമയം ഉണർത്താനുണ്ട്. കാരണം നീ ഉണർന്നെങ്കിലേ അനേകർ ഉണരാൻ കഴിയൂ. നീ ഉണർന്നെങ്കിലേ അനേകർ ഉണരുകയുള്ളൂ. ഭൂമി മരിച്ചവരുടെ ഉറങ്ങിക്കിടക്കുന്ന ചിലരെ എഴുന്നേൽപ്പിക്കേണ്ടതിന് നീ ഉണർന്നെങ്കിലേ പറ്റുകയുള്ളൂ. നിന്റെ കുടുംബത്തിൽ ചിലര് മരിച്ചവരെ പോലെ കുടുംബത്തിൽ ഉറങ്ങുന്നതിന് അനുഭവങ്ങളുണ്ട്. പക്ഷെ അവരെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ നീ ഒന്ന് ഉണർന്നേ പറ്റൂ. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ദൂതിനാൽ ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് ഇടപെടുകയാണ്. നീ ഉണർന്ന് പറ്റുകയുള്ളൂ. നിന്റെ കുടുംബത്തിൽ ഉറങ്ങുന്നവരെ കുറിച്ച് നിനക്ക് വേദനയുണ്ട്. ആത്മീയമായി ഉറങ്ങുന്നവരെ കുറിച്ച് നിനക്ക് വേവലാതിയുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് വേവലാതിയുണ്ട്. ഈ ആഗ്രഹിക്കുന്ന ആത്മീയ രീതിയിലേക്ക് നിന്റെ തലമുറ വരാത്തതിനെ കുറിച്ച് നിനക്കുള്ളിൽ വിഷമമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വഴിയിലെ കർത്താവ് പറയുന്നത് നിന്റെ മനസ്സിനെ നീ ഉണർത്തുകയോ. കാരണം നീ ഉണർന്നെങ്കിലേ നിന്റെ കുഞ്ഞ് ഉണരൂ. നീ ഉണർന്നെങ്കിലേ നിന്റെ ഭർത്താവ് ഉണരൂ. നീ ഉണർന്നെങ്കിലേ നിന്റെ ഭാര്യ ഉണരൂ. നീ ഉണർന്നെങ്കിലേ നിന്റെ പിതാവ് ഉണരൂ. നീ ഉണർന്നെങ്കിലേ നിന്റെ മാതാവ് ഉണരൂ. നീ ഉണർന്നെങ്കിലേ നീ സ്നേഹിക്കുന്ന അയൽക്കാർ ഉണരൂ. നീ സ്നേഹിക്കാതെ നീ ഉണർന്നെങ്കിലേ നിന്റെ വേണ്ടപ്പെട്ടവർ ഉണരൂ. Praise the Lord. Praise the Lord. Praise the Lord.
രാവിലെ തോറും ദൈവം നിന്നെ ഉണർത്തി വിടുകയാണ്. എന്താണെന്നറിയാമോ? ഉറങ്ങുന്നവരിടയിലേക്ക് പെടുത്തുക. യെസ്കേലിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, യെസ്കേല്, ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് നിനക്ക് പോകാൻ പറ്റുമോ? യെസ്കേല് പറഞ്ഞു, ഞാൻ എന്തൊരു ഭാഷ പറയുകയാണ് കേട്ടോ. യെസ്കേല് പറഞ്ഞു, എവിടെയാ കർത്താവേ? പ്രൈസ്തല, കുഴപ്പമില്ല, അങ്ങ് പറയുന്നത് എവിടെയാണെങ്കിലും ഞാൻ പോകാം. കാരണം അങ്ങനെ എവിടെ അയച്ചാല് അതെന്റെ ദോഷത്തിന് വേണ്ടി അയക്കുന്ന ദൈവമല്ല. പ്രൈസ്തല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കർത്താവ് യെസ്കേലോട് പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ മോനെ, ഞാനൊരു സ്ഥലം പറയാം, നിനക്ക് പോകാൻ പറ്റുമോ? കർത്താവ്, നീ എവിടെയായി? എന്റെ ഭാഷയെ കൂടെ പറയാ കേട്ടോ, എവിടെ അയച്ചാലും ഞാൻ പോകാം. അങ്ങനെ നീ പോകേണ്ടതായ സ്ഥലമുണ്ട്. ഒരുപാട് പേര് ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരിക്കൽ ഉണർന്നിരുന്നവരും, ഒരിക്കൽ ആരാധിച്ചവരും, ഒരിക്കൽ പ്രാർത്ഥിച്ചവരും, ഒരിക്കൽ ദൈവത്തെ സ്തുതിച്ചവരും, ഒരിക്കൽ വചനം വായിച്ചവരും, ഒരിക്കൽ എനിക്ക് വേണ്ടി നടന്നവരും, ഒരിക്കൽ എനിക്ക് വേണ്ടി ഓടിയവരും, ഒരിക്കൽ എനിക്ക് വേണ്ടി സംസാരിച്ചവരും, ഒരിക്കൽ എനിക്ക് വേണ്ടി എന്നോട് പാടി, എനിക്ക് വേണ്ടി പാടാമേ എന്റെ നാമത്തെ ഓർത്ത് പാടിയവരും ഒക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരുപാട് വർഷങ്ങളായിട്ട് അവർ ഉറങ്ങിക്കിടക്കുകയാണ്. എവിടെയാ കർത്താവ്? ഞാൻ പറയാം, മോനെ, നീ മുന്നോട്ട് പോ. ചെന്നപ്പോ കർത്താവ് പറഞ്ഞു, മോനെ, നീ ഈ താഴ്വരയിലേക്ക് ഇറങ്ങ്. നീ അവിടെ കണ്ടു കർത്താവേ. അവിടെ എന്താ നീ കണ്ടത്? അവിടെ അസ്ഥികളാണ് കർത്താവേ. ആമേൻ, ആമേൻ. അസ്ഥികളിലേക്ക് നീ സൂക്ഷിച്ചു നോക്ക് കർത്താവേ. അത് ഉണങ്ങിക്കിടക്കുകയാണ്. പ്രത്യാശയില്ലാത്ത അസ്ഥികളാണ്. അത് ഉണങ്ങിക്കിടക്കുകയാണ്. കർത്താവ് പറഞ്ഞ, മോനെ, നീ കരക്കിരുന്നാൽ എനിക്ക് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാൻ പറ്റുകയില്ല. നീ കരയിൽ നിന്ന് നീ ആ താഴ്വരയിലേക്ക് ഇറങ്ങ്. നീ ആ കുന്നിന്റെ മുകളിൽ നിന്ന് നീ ആ താഴ്വരയിലേക്ക് ഇറങ്ങ്. നീ ആ താഴ്വരയിലേക്ക് നടന്ന് അസ്ഥികളിടയിലൂടെ ചുറ്റി സഞ്ചരിക്കുക. യെസ്കേല് ചുറ്റി സഞ്ചരിച്ചു. കർത്താവ് അവനോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെസ്കേല് പറഞ്ഞു, ഈ അവൻ ജീവിക്കുമെന്നുള്ളത് നീ അറിയുന്നു. എത്രയോ വർഷങ്ങളായി ഉറങ്ങിക്കിടക്കുകയാണ്. എത്രയോ സംവത്സരങ്ങളായി ഉറങ്ങിക്കിടക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടതായ ചില അവസ്ഥകള്, മാംസമില്ലാത്തതായ അവസ്ഥകള്, തൊക്കില്ലാത്തതായ അവസ്ഥകള്, ഞരമില്ലാത്തതായ അവസ്ഥകള്, ഒരു പച്ചപ്പില്ലാത്തതായ അവസ്ഥകള്. ഉണങ്ങിക്കിടക്കുക. കർത്താവ് പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങുകുഞ്ഞെ, ഇറങ്ങി ചെന്നപ്പോ ഉറങ്ങിക്കിടക്കുന്നവര് ഒരു മഹാസൈന്യം പോലെ എഴുന്നേറ്റെങ്കില് ഇന്ന് മുൻകാലം കർത്താവിന്റെ വചനത്തോടെ ഞാൻ പറയട്ടെ, ചിലരെ എഴുന്നേൽപ്പിക്കുക ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. രാവിലെ ദൂരം ദൈവം നിന്നെ ഉണർത്തുന്നതിന് വേണ്ടിയാണ്. ഉറങ്ങിക്കിടക്കുന്നതായ ആത്മാക്കളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, പാപത്തിൽ ഉറങ്ങിക്കിടക്കുന്നതായ ആത്മാക്കളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, സാക്ഷാൽ ഗുരുവായവൻ, ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുവായവൻ, സർവജ്ഞാനിയായവൻ, ആദ്യം അവസാനമോ ഇപ്പോൾ നടക്കുന്നത് സകലത തിരിച്ചറിയാൻ കഴിയുന്നവർ, ഒരു ശിഷ്യന്റെ ചെവിയോടുകൂടെ, ഒരു ശിഷ്യന്റെ നാവോടുകൂടെ, ഒരു ശിഷ്യന്റെ മനസ്സോടുകൂടെ മരണത്തോളം അനുസരണമുള്ളവരായി ഈ ഭൂമിയിലേക്ക് വന്നത് മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. രാവിലെ ദൂരം ഉണർത്തുന്ന ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തും. ചെവിക്ക് ഒത്തിരി മാന്യമുണ്ട്. ജീവിതത്തിൽ ഒത്തിരി നിരാശയാണ്, ജീവിതത്തിൽ ഒത്തിരി വേദനയാണ്. പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കേൾക്കാൻ വളരെ മാന്യമാണ്. ജീവിതത്തിലെ ദുഃഖത്തിന്റെ സാഹചര്യങ്ങളിൽ പോയ ഒരു ഏകർക്കറിയാം, ആരെന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ ചെവിക്കകത്ത് കയറില്ല. ആരെന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ മനസ്സിനകത്തേക്ക് കയറുകയില്ല. അതിദുഃഖമാണ്. ആൾക്കാർ പറയാത്തത് കൊണ്ടല്ല കയറാത്തത്, നമ്മുടെ ചെവി മന്ദമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ചെവി മന്ദതയുള്ളതായി. കർത്താവ് പറയുന്നവരുടെ ഹൃദയത്തിനകത്ത് കേൾക്കാൻ കഴിയാത്ത വിധത്തില് അവിടെ ഹൃദയ ചെവി മന്ദതയുള്ളവരായി. കർത്താവോടെ ചെന്ന് അവർക്ക് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തപ്പോ അവരുടെ കണ്ണ് തെളിഞ്ഞു. കരങ്ങളൊന്ന് ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ട്. നിരാശയിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ വാക്കുകൾ ഉള്ളിലേക്ക് കയറുന്നില്ല.
ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ വൈദ്യുതി ഒരുപക്ഷെ ഈ വചനം നിന്റെ അകത്തേക്ക് കയറാത്ത വിധത്തില് നിന്റെ ചെവിക്കൊരു മന്ദത ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ദൈവത്തോട് പറ, കർത്താവേ എന്റെ ചെവി അതിമുഖദുഃഖത്താ എന്റെ ഹൃദയം കർത്താവെ കലങ്ങിയിരിക്കുകയാണ്, അതിവേദനയാണ് എന്റെ ഹൃദയം കലങ്ങിയിരിക്കുകയാണ്. എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ചെവിയിലേക്ക് കർത്താവെ വചനം ചെല്ലുന്നില്ല. നിനക്ക് ദൈവം തന്നിരിക്കുന്നത് ശിഷ്യന്റെ നാവാണ്, ശിഷ്യന്മാരുടെ നാവാണ്. പക്ഷെ ശിഷ്യന്റെ നാവ് നിനക്ക് ദൈവം തന്നിരിക്കുന്നപ്പോൾ അത് അവൻ ചെവി സജ്ജീകരിച്ചെങ്കിൽ മാത്രമേ, ചെവി കേൾക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ, ഗുരുവിൽ നിന്ന് കേൾക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നിന്റെ നാവ് സമർത്ഥനായ എഴുത്തുകാരന്റെ എഴുത്തുകൊള്ളിനെ പോലെ നിനക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. Praise the Lord. Praise the Lord. Praise the Lord. 55 വരുമ്പോൾ യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാൻ മർത്തു നിന്നതുമില്ല, പിന്തിരിഞ്ഞതുമില്ല. കരങ്ങടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ട്. Praise the Lord. നമ്മുടെ കർത്താവിനെ അനേകം പേർ നിന്ദിച്ചു, അനേകം പേർ പരിഹസിച്ചു, അനേകം പേർ നിന്ദിച്ചു, അനേകം പേർ പരിഹസിച്ചു. Praise the Lord. പക്ഷെ നമ്മുടെ കർത്താവിന്റെ ചെവി കർത്താവ് അടച്ചില്ല. നമ്മുടെ കർത്താവിന് വേണമെങ്കിൽ അമിങ്ങനെ പറയാ, അവര് പറയുന്ന അപവാദം കേൾക്കാതിരിക്കത്തക്കവണ്ണം എന്റെ കാതുകൾ തൽക്കാലം അറിഞ്ഞിരിക്കട്ടെ. കാതുകൾ അടയ്ക്കാൻ അധികാരമുള്ളത് നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ കാത് നമുക്ക് പൊത്തിപ്പിടിക്കാൻ പറ്റും, ചെവി പൊത്തിപ്പിടിക്കാൻ പറ്റും, എന്നാലും നമ്മുടെ അകത്തേക്ക് കേൾക്കാൻ പറ്റും. എന്നാൽ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. കർത്താവ് കാതുകൾ തുറന്നു വെച്ചു. തന്നെ അപമാനിച്ചപ്പോൾ ആ കാതുകൾ അടച്ചു വെച്ചില്ല, ആ കാതുകൾ തുറന്നു വെച്ച അപമാനത്തിന്റെ വാക്കുകള്, കുത്തുവാക്കുകള്, കള്ളസാക്ഷികൾ ചുറ്റും നിന്ന് കള്ളസാക്ഷി പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് ചെവി തുറന്നു വെച്ച അപവാദം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത അപവാദം കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവ് ചെവി തുറന്നു വെച്ചു. ദൈവത്തിന്റെ പൈതല് ചില വിഷയങ്ങളുടെ മധ്യേ ചെവി അടച്ചോടി പോകാൻ നിനക്ക് തോന്നാം. പക്ഷെ കർത്താവ് പറയുക, ഒരു കുറുപ്രാവിനെ പോലെ നിനക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, നീ കേൾക്കുന്ന അപമാനങ്ങളിൽ നിന്ന്, നീ കേൾക്കുന്ന വാക്കുകളിൽ നിന്ന് ഓടിപ്പോകാൻ നിനക്ക് തോന്നുന്നു. നീ പലപ്പോഴും നിലവിളിച്ചിട്ടുണ്ട്, ഒരു പ്രാവിലുള്ളത് പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഓടിപ്പോകാമായിരുന്നു. നിന്റെ വീട്ടിലകത്ത് സമാധാനമില്ലാതെ, നിന്റെ വീട്ടിലകത്ത് നീ അപമാനിക്കപ്പെടുമ്പോൾ, നീ ചെയ്യാത്ത കാര്യത്തിന് നീ അപമാനിക്കപ്പെടുമ്പോൾ നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവിലുള്ളത് പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഓടിപ്പോകാമായിരുന്നു. നിന്റെ ഭർത്താവ് നിനക്കെതിരായി തിരിഞ്ഞു നിന്നപ്പോ, നിന്റെ ഭാര്യ നിനക്കെതിരായി തിരിഞ്ഞു നിന്നപ്പോ, നിന്റെ കുഞ്ഞുങ്ങൾ നിനക്കെതിരായി തിരിഞ്ഞു നിന്നപ്പോ, നിന്റെ മാതാപിതാക്കൾ നിനക്കെതിരായി തിരിഞ്ഞു നിന്നപ്പോ, നിന്റെ സഹോദരങ്ങൾ നിനക്കെതിരായി തിരിഞ്ഞു നിന്നപ്പോ, ഒരു മനസാക്ഷ്യമില്ലാതെ ഒരു ഈയാപ്പാറ്റയെ പോലെ, ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ചന്തനായെ പോലെ, ഒരു ചെടിനെ പോലെ, അതിന്റെ വില പോലും ഇല്ലാതെ, ഒരു ചന്തനായയുടെ വില പോലും ഇല്ലാതെ, ഒരു ഈയാപ്പാറ്റയുടെ വില പോലും ഇല്ലാതെ, ഒരു ചെടിന്റെ വില പോലും നിനക്ക് മതിക്കാതെ നിന്നെ അനേകരുടെ മുമ്പിൽ നിന്നെ അപമാനിച്ചപ്പോൾ കാലം നടന്നു വെക്കാൻ നീ ആഗ്രഹിച്ചു. പക്ഷേ പറഞ്ഞു, കുഞ്ഞേ, നിനക്ക് ശിഷ്യന്മാരുടെ നാവ് തരിക. ഒരു ശിഷ്യന്റെ പ്രത്യേകത പരിശീലനമാണ്. ഒരു ശിഷ്യന്റെ പ്രത്യേകത ഗുരുവിൽ നിന്ന് പഠിക്കാനാണ്. ഒരു ശിഷ്യന്റെ പ്രത്യേകത പരിശീലനമാണ്, പഠിക്കാനാണ്. പരിശീലനം അത് ത്യാഗത്തിൻ്റെതാണ്, പരിശീലനം അത് സ്നേഹത്തിൻ്റെതാണ്. എന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നേൽപ്പിച്ചു കൊടുത്താട്ട് നമ്മൾ അടുത്ത ആഴ്ച ഈ കുറുപ്രാവിനെ കുറിച്ച് വീണ്ടും നമ്മൾ ചിന്തിക്കും. അടുത്ത ആഴ്ച. ആമേൻ, ആമേൻ. ഞാൻ ഇതിന്റെ ഭാഗമൊക്കെ ഇന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് മറ്റ് ചില വിഷയങ്ങളിലേക്ക്, മറ്റ് ചില ദൂതുകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോയി. അതുകൊണ്ട് നമ്മുടെ സമയത്തിന്റെ പരിമിതി വളരെ പ്രധാനമാണ്. അടുത്ത ആഴ്ച കർത്താവ് താമസിച്ചാൽ അടുത്ത ഞായറാഴ്ച നമുക്ക് വീണ്ടും ഈ വചനത്തെ ഓർത്ത് ധ്യാനിക്കാം. അതിഷ്ടമുള്ള പ്രിയമുള്ളവർ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് അടുത്ത ആഴ്ച എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ വരണം. ഈ വിഷയത്തെ, ഈ വചനത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വരണം. അടുത്ത ആഴ്ച നമ്മൾ വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് വരണം. വചനത്തിന്റെ
വാതിൽ എനിക്ക് വേണ്ടി തുറന്നു തരണം. വചനത്തിന്റെ വാതിൽ കുടുംബത്തിന് വേണ്ടി തുറന്നു തരണം. വചനത്തിന്റെ വാതിൽ എന്റെ മക്കൾക്ക് വേണ്ടി തുറന്നു തരണം. പ്രാർത്ഥനയോട് അടുത്ത ആഴ്ച പ്രിയമുള്ളവർ വരണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. വായി തുറക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതിനോട് പറഞ്ഞു, വായിക്ക് ഭയങ്കര വേദന, സംസാരിക്കാൻ വയ്യ, വെളിയിലേക്ക് വരുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റപ്പോ നമ്മളെ അവിടുന്ന് പോയി കാറിനകത്ത് പ്രിയമുള്ളവരെ കൊണ്ടുവന്ന് ഞാൻ വീട്ടിലോട്ട് കയറിയപ്പോഴും പറഞ്ഞു, ഈ ഭാഗം ഭയങ്കര വേദനയാണ്. എന്താണെന്നറിയത്തില്ല, അതിഭയങ്കരമായ വേദനയാണ്. കൈ ഉയർത്താൻ പറ്റുന്നില്ല. ഒരു നിമിഷം എന്റെ മനസ്സിലേക്ക് വന്നു, ഇന്നത്തെ ആരാധനയിൽ എന്തായിരിക്കും? പക്ഷെ കർത്താവ് ഈ വചനത്തിന്റെ മുമ്പിലേക്കാണ് നിർത്തിയപ്പോ, നമ്മുടെ ആരാധന തുടങ്ങിയപ്പോ അതെല്ലാം കർത്താവ് മാറ്റി തന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് ഈ ഒച്ച ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ല, ഇന്ന് ഈ ശബ്ദം ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ല. കർത്താവ് തന്ന ശബ്ദത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സമയം